വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്, ഡിന്നറിന്, അതുപോലെ ലഞ്ചിനൊക്കെ ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു റെസിപ്പിയാണ്, ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. മക്കൾക്ക് ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിറ്റ് പോലെ ഓയിലോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ചിക്കന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ എല്ലൊന്നും ഇല്ലാത്ത ബോൺലെസ് ചിക്കന് ചെറിയ പീസാക്കി 100 ഗ്രാമിനോടടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും ഈ ഒരു ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും 2 കപ്പോളം വെള്ളവും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്നിക്കതിന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിനെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് ഈ ഒരു ചിക്കന് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ശേഷം അതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 1.5 ടീസ്പൂണോളം മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലോട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് ബ്രെഡിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ജാമൊക്കെ പുരട്ടി കൊടുക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു ഫില്ലിങ് എടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ മൊത്തത്തിലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡും കൂടെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് ഇതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ ചൂടായി വന്നാൽ അതിൽ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിന് വേണ്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടൊരു ഫ്രൈ പാനിൽ ഒന്ന് വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പിലാക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് ടിഫിൻ ബോക്സ് ആക്കി കൊടുത്തയക്കാനും അതുപോലെ വൈകിട്ട് സ്നാക്കായിട്ട് കഴിക്കാനും ഡിന്നറിനും ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.